നമസ്കാരം, ധനകാര്യത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു നിക്ഷേപ പദ്ധതിയെക്കുറിച്ചാണ്. നിങ്ങൾ ദിവസവും ഹൈവേയിൽ ടോൾ കൊടുക്കുമ്പോൾ ആ ടോൾ പണം ആരുടെ പോക്കറ്റിലാണ് പോകുന്നത്? ഒരു കമ്പനിയുടെയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെയോ ആയിരിക്കും അല്ലേ? നിങ്ങൾക്കും ടോൾ ഇൻകത്തിൻ്റെ ഒരു ഭാഗം കിട്ടാൻ പറ്റുമായിരുന്നുവെങ്കിലോ? എന്നാൽ അതിനൊരു നിക്ഷേപ പദ്ധതിയുണ്ട്. അതെ, ഇന്ത്യയിലെ വലിയ ഹൈവേകളിലും പവർ പ്രോജക്റ്റുകളിലും നിക്ഷേപിച്ച് സ്ഥിര വരുമാനം ഉണ്ടാക്കാൻ കഴിയും. അതും 100 രൂപ മുതൽ നിക്ഷേപിക്കാനും കഴിയും. ഇത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് അഥവാ ഇൻവൈറ്റ് എന്ന് പറയും. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് അല്ലെങ്കിൽ ഇൻവൈറ്റ് എന്നും അതിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമെന്നും അതിൻ്റെ മിനിമം നിക്ഷേപം എത്രയെന്നും അതുപോലെ തന്നെ എങ്ങനെ നിക്ഷേപിക്കാമെന്നും പ്രധാനപ്പെട്ട ഇൻവൈറ്റുകൾ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റുകൾ ഏതെല്ലാമെന്നും പിന്നെ എത്ര ടൈപ്പ് ഇൻവൈറ്റുകൾ ഉണ്ട് എന്നും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്നും നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം അവസാനം ഒരു സ്മാർട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി കൂടി നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. നമുക്കാദ്യം നോക്കേണ്ടത് എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് അല്ലെങ്കിൽ ഇൻവൈറ്റ് എന്നത് നോക്കാവുന്നതാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് എന്നത് ഇന്ത്യയിൽ സെബിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു നിക്ഷേപ സംവിധാനമാണ്. ഇത് മ്യൂച്വൽ ഫണ്ടുകൾ പോലെ പ്രവർത്തിക്കുന്നു, പക്ഷേ പ്രധാനമായും അടിസ്ഥാന സൗകര്യ വികസന പ്രോജക്റ്റുകളിൽ, അതായത് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളിൽ നിക്ഷേപിക്കുന്നു. പ്രധാന സവിശേഷതകൾ എന്തെന്ന് നോക്കാം. ഇതിൻ്റെ ഘടനയാണ്. ഇൻവൈറ്റ് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് എന്നത് ഒരു ട്രസ്റ്റ് രൂപത്തിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിക്ഷേപകരിൽ നിന്നും പണം സ്വരൂപിക്കുകയും അത് റോഡുകൾ, ഹൈവേകൾ, പവർ ട്രാൻസ്മിഷൻ ലൈനുകൾ, പൈപ്പ് ലൈനുകൾ, ടെലികോം ടവറുകൾ തുടങ്ങിയ വരുമാനം ഉണ്ടാക്കുന്ന അടിസ്ഥാന സൗകര്യ ആസ്തികളിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. നിക്ഷേപകർക്കുള്ള ആനുകൂല്യങ്ങൾ എന്തെല്ലാമാണ്? നിക്ഷേപകർ ഇൻവൈറ്റിൻ്റെ യൂണിറ്റുകൾ വാങ്ങുന്നു. ഇവ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതിനാൽ, അതായത് പബ്ലിക് ഇൻവൈറ്റുകളാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് പബ്ലിക് ഇൻവൈറ്റുകളാണ്. ഇങ്ങനെയുള്ളവ എളുപ്പത്തിൽ വാങ്ങാനും വിൽക്കാനും കഴിയും. വരുമാനത്തിൻ്റെ കുറഞ്ഞ 90% നിക്ഷേപകർക്ക് ഡിവിഡൻറ്റിൻ്റെ രൂപത്തിൽ വിതരണം ചെയ്യുന്നു. സെബിയുടെ നിയമമനുസരിച്ച്, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ നിയമമനുസരിച്ചാണ്. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നോക്കാം. വലിയ അടിസ്ഥാന സൗകര്യ പ്രോജക്റ്റുകളിൽ ചെറിയ നിക്ഷേപകരെയും അത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെയും പങ്കാളികളാക്കുകയും ഇത് ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിന് വേണ്ടിയുള്ള ഫണ്ടിങ്ങിന് സഹായിക്കുകയും ചെയ്യും. എത്ര തരം ഇൻവൈറ്റുകൾ ഉണ്ടാവും? അതിലൊന്ന് പബ്ലിക് ഇൻവൈറ്റുകളാണ്. ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ ട്രേഡ് ചെയ്യാനും ഇത് വാങ്ങാനും വിൽക്കാനും പറ്റും. ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് സ്റ്റോക്ക് മാർക്കറ്റിലൂടെ വാങ്ങാനും വിൽക്കാനും പറ്റും. പിന്നുള്ള പ്രൈവറ്റ് ഇൻവൈറ്റുകളുണ്ട്. അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ നിക്ഷേപകർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. സ്ഥാപന നിക്ഷേപകർ അല്ലെങ്കിൽ ഹൈ നെറ്റ്വർത്തുള്ള നിക്ഷേപകർക്ക് വേണ്ടി മാത്രമുള്ളതാണ് പ്രൈവറ്റ് ഇൻവൈറ്റുകൾ എന്ന് പറയുന്നത്. ഇനി അത് പബ്ലിക് ഇൻവൈറ്റുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഷെയറുകൾ പോലെ തന്നെ വാങ്ങാനും വിൽക്കാനും പറ്റും. ഉദാഹരണത്തിന് ഇന്ത്യ ഗ്രിഡ് ട്രസ്റ്റ്, പവർ ഗ്രിഡ് ഇൻവൈറ്റ്, അതുപോലെ തന്നെ നാഷണൽ ഹൈവേ ഇൻവൈറ്റുകൾ തുടങ്ങിയവയാണ് ഇത് പബ്ലിക് ഇൻവൈറ്റുകളിൽ വരുന്നതാണ്. ഇനി പബ്ലിക് മിനിമം എത്ര രൂപ ആണ് നിക്ഷേപിക്കാൻ വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം. പബ്ലിക് ഇൻവൈറ്റുകൾ, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻവൈറ്റുകൾ, ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളവ റീറ്റെയിൽ ഇൻവെസ്റ്റർമാർക്ക് വാങ്ങാൻ
കഴിയുന്നു. അതുപോലെ സെബിയുടെ 2021 അമെൻമെൻറ്റ് പ്രകാരം ഇനിഷ്യൽ ഓഫറിലോ, അതായത് ഇത് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഇനിഷ്യൽ ഓഫറിലോ IPOs വഴിയോ ഫോളോ ഓൺ IPO വഴിയോ മിനിമം ആപ്ലിക്കേഷൻ തുക 10,000 രൂപ മുതൽ 15,000 രൂപ വരെയാണ്. ഇത് സ്റ്റോക്ക് മാർക്കറ്റിൽ സെക്കൻഡറി മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ പൊതുജനങ്ങൾക്ക് വാങ്ങാനൊരു അവസരം കൊടുക്കുന്നുണ്ട്. നമ്മളെ സാധാരണ സ്റ്റോക്കിൻ്റെ കമ്പനിയുടെ IPOs ഇറങ്ങുന്ന പോലെ തന്നെ ഇനിഷ്യൽ പബ്ലിക് ഓഫർ ഇറങ്ങും, അല്ലെങ്കിൽ ഫോളോ ഓൺ പബ്ലിക് ഓഫർ ഇറങ്ങും. ഇത് മിനിമം ആപ്ലിക്കേഷൻസ് തുക സെബി തന്നെ 2021 നിശ്ചയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് 10,000 രൂപ മുതൽ 15,000 രൂപ വരെയാണ് IPOസിനുള്ളത്, അല്ലെങ്കിൽ ഫോളോ ഓൺ IPOസിനുള്ളത്. അതേസമയം സെക്കൻഡറി മാർക്കറ്റിൽ, അതായത് NSE BSE ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രേഡിംഗ് ലോട്ട് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് മാത്രമേ ഉള്ളൂ. ഒരു യൂണിറ്റിൻ്റെ നിലവിലെ വില ഏതാണ്ട് 100 രൂപ മുതൽ 160 രൂപ അല്ലെങ്കിൽ 165 രൂപ വരെ റേഞ്ചേ വരികത്തുള്ളൂ, ഏകദേശം പ്രൈസ്. ഇനി അതേസമയം പ്രൈവറ്റ് ഇൻവൈറ്റുകൾ, അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് പ്രൈവറ്റ് പ്ലേസ്ഡാണ്. പ്രധാനമായും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനും സ്ഥാപക നിക്ഷേപകർക്കും ഹൈ നെറ്റ്വർത്ത് ഉള്ള നിക്ഷേപകർക്കും വേണ്ടി മാത്രമാണ്. 2025 സെബി അമെൻമെൻറ്റ് പ്രകാരം മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 25 ലക്ഷമാക്കി മാറ്റിയിട്ടുണ്ട്. നേരത്തെ അത് 1 കോടി രൂപയായിരുന്നു മിനിമം നിക്ഷേപം വേണ്ടിയിരുന്നത്. ഇനി സെക്കൻഡറി മാർക്കറ്റ് ലിസ്റ്റ് ചെയ്ത നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പബ്ലിക് ഇൻവൈറ്റുകൾ ഡിമാറ്റ് അക്കൗണ്ട് വഴി ഷെയറുകൾ പോലെ തന്നെ വാങ്ങാനും വിൽക്കാനും കഴിയുന്നു. ഇനി എങ്ങനെ നിക്ഷേപിക്കാം എന്നുള്ളതാണ് നോക്കാവുന്നത്. ഇത് റീറ്റെയിൽ നിക്ഷേപകർക്ക് എങ്ങനെ നിക്ഷേപിക്കാമെന്ന് നോക്കാം. പബ്ലിക് ഇൻവൈറ്റുകളിലാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് റീറ്റെയിൽ ഇൻവെസ്റ്റർമാർക്ക് ഏറ്റവും അനുയോജ്യവുമാണ്. ഇവയുടെ യൂണിറ്റുകൾ സാധാരണ ഷെയർ പോലെ തന്നെ വാങ്ങാനും വിൽക്കാനും കഴിയുന്നു. പ്രധാനപ്പെട്ട 2 വഴികളുണ്ട് നമുക്ക് നിക്ഷേപിക്കാനുള്ള. ഒന്ന്, സ്റ്റോക്ക് മാർക്കറ്റിൽ, സെക്കൻഡറി മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്ന, അതായത് NSE BSEയിലൊക്കെ നിലവിൽ ട്രേഡ് ചെയ്യുന്നത് വാങ്ങാൻ പറ്റും. ഏറ്റവും എളുപ്പമായ മാർഗമാണ് ഇങ്ങനെയുള്ളത്. അതുപോലെ മിനിമം നിക്ഷേപകരിൽ നിന്ന് മിനിമം യൂണിറ്റ് 100 രൂപ മുതൽ 160-165 റേഞ്ച് വരെയാണ് ഉള്ളത്. പിന്നെ കുറഞ്ഞ നിക്ഷേപം നമുക്ക് ഒരു യൂണിറ്റ് മാത്രമായിട്ട് വാങ്ങാനും പറ്റും. പിന്നെ എപ്പോൾ വേണമെങ്കിലും വാങ്ങാനും വിൽക്കാനും പറ്റുന്നു ഇങ്ങനെയുള്ളത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ പുതിയ ഇൻവൈറ്റുകൾ വരുന്ന, അതായത് പുതിയ IPOs, അത് ഇനിഷ്യൽ പബ്ലിക് ഓഫറോ FPO ഫോളോ ഓൺ ഓഫറോ വരുമ്പോൾ വാങ്ങാൻ പറ്റുന്നതാണ്. അതായത് ഇത് ലിസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഇൻവെസ്റ്റേഴ്സിന് വാങ്ങാൻ വേണ്ടിയുള്ളൊരു അവസരം കൊടുക്കുന്നുണ്ട്. അതിന് ഇനിഷ്യൽ പബ്ലിക് ഓഫർ, നമ്മൾ സ്റ്റോക്കും ഷെയർ വാങ്ങുന്ന കമ്പനിയിലെ ഷെയറൊക്കെ വാങ്ങുന്ന പോലെ തന്നെ ഇതിനും IPOs ഉണ്ട്. അതുപോലെ തന്നെ FPO ഉണ്ട്, ഫോളോ ഓൺ പബ്ലിക് ഓഫറും ഉണ്ട്. ഇതിന് മിനിമം ആപ്ലിക്കേഷൻ തുകയെന്ന് പറഞ്ഞത് 10,000 മുതൽ 15,000 രൂപ വരെയാണ്. IPO പോലെ തന്നെ, പക്ഷേ ഇപ്പം പുതിയ ഓഫറുകൾ വളരെ കുറവാണ്. ഇനി പ്രധാനപ്പെട്ട ലിസ്റ്റ് ചെയ്ത പബ്ലിക് ഇൻവൈറ്റുകൾ ഏതൊക്കെയെന്ന് നോക്കാവുന്നതാണ്. ഇന്ത്യ ഗ്രിഡ് ട്രസ്റ്റ് അല്ലെങ്കിൽ ഇന്ത്യ ഗ്രിഡ്, പവർ ഗ്രിഡ് ഇൻഫ്രാസ്ട്രക്ചർ ട്രസ്റ്റ്, അതുപോലെ തന്നെ IRB ഇൻവൈറ്റ് ഫണ്ട് തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട പബ്ലിക് ഇൻവൈറ്റുകൾ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഇൻവൈറ്റിൽ യൂണിറ്റുകൾ ഡിമാറ്റ് അക്കൗണ്ടിൽ മാത്രമേ ഹോൾഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇതിനുള്ള റിസ്ക് ഉണ്ട്. മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളിൽ ഉണ്ടാകുന്ന റിട്ടേൺസിൻ്റെ വ്യത്യാസങ്ങൾ ഇത് അഫക്റ്റ് ചെയ്യും. അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഫ്ലക്ച്വേഷനും ഇതിനെ ഇൻവൈറ്റുകളെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി എങ്ങനെയാണ് ഇത് നമുക്കൊരു നിക്ഷേപ സ്ട്രാറ്റജി നോക്കാവുന്നതാണ്. അത് ഇൻവൈറ്റിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻറ്റിനെ മ്യൂച്വൽ ഫണ്ടിലെ SIPയിൽ അല്ലെങ്കിൽ ലംസമായിട്ട് റീഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്നുള്ള നേട്ടം എങ്ങനെയും നോക്കാവുന്നതാണ്. ഉദാഹരണത്തിന് ഈ സ്ട്രാറ്റജി ഇൻവൈറ്റിൽ നിന്നും കിട്ടുന്ന സ്ഥിരമായ ക്വാർട്ടർലി ഡിവിഡൻറ്റിനെ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് കിട്ടുന്ന
ഇങ്ങനെ കിട്ടുന്ന സ്ഥിരമായി കിട്ടുന്ന ഡിവിഡൻഡ് ഉപയോഗിച്ച് മ്യൂച്വൽ ഫണ്ടിൽ SIP ആരംഭിക്കുന്നു. ഇത് ഇൻവൈറ്റ് നൽകുന്ന പാസീവ് ഇൻകത്തിനെ ഇക്വിറ്റിയിലോ ഡെപ്റ്റ് ഫണ്ടിലോ റീഇൻവെസ്റ്റ് ചെയ്ത് ലോങ് ടേം കോമ്പൗണ്ടിങ് പ്രോഫിറ്റ് ലഭിക്കുന്നു. ഉദാഹരണത്തിന് ഇന്ത്യ ഗ്രിഡ് തന്നെ നമുക്ക് നോക്കാവുന്നതാണ്. ഇന്ത്യ ഗ്രിഡ് ട്രസ്റ്റിൽ ഇപ്പോഴത്തെ യൂണിറ്റ് വില 168.69 ഈൽഡ് എന്ന് പറയുന്നത് ഡിവിഡൻഡ് നൽകുന്ന പെർസെൻറ്റേജ് 10 മുതൽ 10.26% നമ്മൾ 5 ലക്ഷം രൂപ നിക്ഷേപിക്കുന്നു. അപ്പം നമുക്ക് കിട്ടുന്ന 169 രൂപയാണ് ഇപ്പോഴത്തെ ഒരു യൂണിറ്റിൻ്റെ പ്രൈസ്. അപ്പോൾ 5 ലക്ഷത്തിന് 169 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2960 യൂണിറ്റ് കിട്ടും. വാർഷിക ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന വാർഷിക ഡിവിഡൻഡ് 50,000 മുതൽ 51,300 രൂപയാണ്. എന്നാൽ 10% ഈൽഡ് വെച്ച് കൂട്ടിയാൽ 50,000 മുതൽ 51,300 രൂപ വരെ വാർഷികമായി ഡിവിഡൻഡ് കിട്ടും. ഇത് ക്വാർട്ടർലി ആയിട്ട് നോക്കുകയാണെങ്കിൽ 12,500 12,800 രൂപ വരെ കിട്ടും. ഇതിൽ നിന്ന് 10% TDS കുറച്ചാൽ 11,250 11,500 രൂപയും കിട്ടും. ഇതിനെ അടുത്തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ കിട്ടുന്ന ക്വാർട്ടറിൽ കിട്ടുന്ന 11,500-നെ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ SIP ആയിട്ടോ ലംസമായിട്ടോ ഇൻവെസ്റ്റ് ചെയ്യുന്നു. 10 വർഷത്തെ പ്രൊജക്റ്റഡ് ഔട്ട്കം എന്ന് പറയുന്നത് ഒരു മ്യൂച്വൽ ഫണ്ടിന് 15% റിട്ടേൺസ് കൊടുക്കുന്നു എങ്കിൽ എത്രയെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇൻവൈറ്റ് ഹോൾഡ് ചെയ്യുന്ന ഈ പബ്ലിക് ഇൻവൈറ്റ് ഹോൾഡിങ്സിലുള്ള വരുമാനം എന്ന് പറയുന്നത് നമ്മൾ ആ സ്റ്റേബിളായിട്ട് കിട്ടുന്ന ഈ സ്റ്റേബിൾ ഈൽഡ് അതിൻ്റെ കൂടെ മോഡസ്റ്റ് പ്രൈസ് ഗ്രോത്തുമാണ്. അതായത് ഈ ഡിവിഡൻഡ് അതിൻ്റെ കൂടെ കിട്ടുന്ന പ്രൈസിനുള്ള ഗ്രോത്തുമാണ്. അപ്പം നമുക്കൊരു 8 ലക്ഷം മുതൽ 10 ലക്ഷം വരെ അതിൽ നിന്നും ഇൻവൈറ്റ് നിന്നുള്ള പ്രോഫിറ്റ് കിട്ടും. ഇത് റീഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് നമ്മൾ ക്വാർട്ടർലി 11,500 രൂപ 15% റിട്ടേൺസിൽ കിട്ടുമെന്ന രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അഡീഷണലായിട്ട് നമുക്ക് 9 മുതൽ 12 ലക്ഷം വരെ അഡീഷണലായിട്ട് കിട്ടും. ഇതിനുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ സ്ട്രോങ് ആയിട്ടുള്ള ശക്തമായ ഡൈവേഴ്സിഫിക്കേഷനുണ്ട്, ഹയർ ഗ്രോത്ത് ഉയർന്ന വളർച്ച റിട്ടേൺസ് കിട്ടുന്നുണ്ട്. അത് സാധാരണ പ്യുവർ നമ്മൾ വെറും ഇൻവൈറ്റ് മാത്രം നിക്ഷേപിക്കുന്നതിനേക്കാളും കൂടുതൽ ഇൻകം SIPയിലെ കോമ്പൗണ്ടും കൂടെ ചേർത്ത് നമുക്ക് കിട്ടുമ്പോൾ ഹയർ ഇൻകം കിട്ടുന്നു. ചുരുക്കത്തിൽ കൺക്ലൂഷൻ നോക്കാം. ചുരുക്കത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് അതായത് ഇൻവൈറ്റുകൾ ഇന്ത്യയിലെ റീറ്റെയിൽ ഇൻവെസ്റ്റർമാർക്ക് അടിസ്ഥാന സൗകര്യ മേഖലകളിൽ എളുപ്പത്തിൽ നിക്ഷേപിക്കാൻ പറ്റുന്ന ഒരു നിക്ഷേപ ഉപാധിയാണ്. മാത്രമല്ല സ്ഥിരമായ വരുമാനം 8 മുതൽ 13% വരെയുള്ള ഡിവിഡൻഡ് ക്വാർട്ടറിൽ കൊടുക്കുന്നുണ്ട്. കുറഞ്ഞ മിനിമം നിക്ഷേപം മാത്രം മതി. പബ്ലിക് ഇൻവൈറ്റുകളിൽ കുറഞ്ഞ മിനിമം നിക്ഷേപം മാത്രം മതി. ഡിമാറ്റ് അക്കൗണ്ട് വഴി ഷെയറുകൾ പോലെ വാങ്ങാനും എപ്പോൾ വിൽക്കാനും കഴിയുന്നുണ്ട്. അതുമാത്രമല്ല ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ വളർച്ചയിൽ പങ്കാളിയാകാനും കഴിയുന്നുണ്ട്.